ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഈ കുണ്ടലിനി പാട്ട് എന്ന ഒരു കൃതി വെറുതെ ഇങ്ങനെ ഇന്ന് ട്രെയിനാണ് വന്നത്, ട്രെയിനിലിരുന്നപ്പോൾ ഇങ്ങനെ വായിക്കുകയായിരുന്നു. അപ്പം നമുക്ക് തോന്നും, എന്തിനാണ് ഇത്തരം കൃതികളൊക്കെ ഗുരു എഴുതുന്നത്? പാമ്പിനെ കുറിച്ചും പാട്ടോ? ഒരമ്മ പറഞ്ഞു, കുട്ടി എന്നോട് പറഞ്ഞു, സ്വാമിനിയമ്മ ഞാൻ വീട്ടിൽ കുണ്ടലിനി പാട്ട് ചൊല്ലിയപ്പോൾ അമ്മ പറഞ്ഞു ചൊല്ലണ്ട, പാമ്പ് വരും. ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? ആ പാമ്പിനെ കുറിച്ചാണോ അങ്ങനെ പറയണത്? നിങ്ങളിവിടെ വന്നിരുന്ന് കൺവെൻഷനൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളെങ്കിലും മനസ്സിലാക്കണം, ഗുരു ഉപയോഗിക്കുന്ന ചില ഭാഷകൾ, ഗുരു ഉപയോഗിക്കുന്ന ചില പദങ്ങൾ. ആടു പാമ്പേ പുനം തേടു പാമ്പേ, അരുളാനന്ദ കൂത്തു കണ്ടാടു പാമ്പേ, തിങ്കളും കൊന്നയും ചൂടുമീശൻ പദപങ്കജം ചേർന്നു നിന്നാടു പാമ്പേ, വെണ്ണീറണിഞ്ഞു വിളങ്ങും തിരുമേനി കണ്ണീരൊഴുക കണ്ടാടു പാമ്പേ, ആയിരം കോടി അനന്തന്യാനനം ആയിരവും തുറന്നാടു പാമ്പേ, ഓമെന്നു തൊട്ടൊരു കോടി മന്ത്രപ്പൊരുൾ നാം എന്നറിഞ്ഞു കൊണ്ടാടു പാമ്പേ, പുള്ളിപ്പുലിത്തോൽ പുതയ്ക്കും പുമേനിയൻ ഉള്ളിൽ കളിക്കുമെന്നാടു പാമ്പേ, പേയും പിണവും പിറക്കും ചുടുകാടുമേയും പരമ്പൊരുളാടു പാമ്പേ, പൂമണക്കും കുഴലാളകം പൂകുമാ കോമളമേനി കണ്ടാടു പാമ്പേ, ആടു പാമ്പേ പുനം തേടു പാമ്പേ, അരുളാനന്ദ കൂത്തു കണ്ടാടു പാമ്പേ, അരുളാനന്ദ കൂത്തു കണ്ടാടു പാമ്പേ. പാമ്പാരാണ്? നമ്മെപ്പോലുള്ള ഓരോ ജീവാത്മാക്കളെയും നോക്കിയിട്ട് വിളിക്കണതാണ് പാമ്പ് എന്ന്. ഒരു പ്രതീകമാണ്. തന്ത്രശാസ്ത്രത്തിലും യോഗശാസ്ത്രത്തിലും വേദാന്ത ശാസ്ത്രത്തിലും ഒക്കെ നിഷ്ണാതനായിരുന്ന ഗുരുദേവൻ പല പല ഭാഷകളിലൂടെ പല പല കാവ്യങ്ങളിലൂടെ ഈ ശുദ്ധമായിരിക്കുന്ന ആത്മവിചാരത്തെ ഏതേത് വിധത്തിലൊക്കെ അവതരിപ്പിച്ചാലാണോ നമ്മൾ അതിനെ എടുത്ത് താലോലിക്കുന്നത്, ആ രീതിയിലൊക്കെ ഗുരുദേവൻ അവതരിപ്പിച്ച് തന്നതിൻ്റെ ഒരു പ്രത്യേക സവിശേഷമായ ഒരു കാവ്യമാണ് ഈ കുണ്ടലിനി പാട്ട് എന്ന് പറയുന്നത്. 21ഓളം ഈരടികൾ വളരെ സുഖസുന്ദരമായി ആലപിക്കാം. നമ്മുടെ വീടുകളിൽ എന്നും ദൈവദശകവും ഗുരുഷഡ്കവും മാത്രം ആലപിച്ചിരിക്കരുത്. നിങ്ങളെന്നും ഈ ഗുരുദേവ കൃതികളാകുന്ന ഈ വേദപുസ്തകം, നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും പുസ്തകം വേണം. അവരെല്ലാവരും ആ പുസ്തകം നോക്കിയിട്ട് ഇതിങ്ങനെ ശ്രുതിമധുരമായി സമാധാനത്തോടു കൂടിയിരുന്ന് ചൊല്ലുമ്പോൾ അപ്പോഴാണ് വീട് ഗൃഹസ്ഥൻ്റെ ആശ്രമമാകുന്നത്. നിങ്ങൾ ആശ്രമത്തിലാണ്, ഞാൻ മാത്രമല്ല ആശ്രമത്തിൽ നിന്ന് വരുന്നത്. അങ്ങനെ തോന്നരുത്, അയ്യോ സ്വാമിനിയമ്മ ആശ്രമത്തിലല്ലേ, അപ്പോൾ നിങ്ങളും ആശ്രമത്തിലാണ്. നിങ്ങളുടെ ആശ്രമമാണ് ഗൃഹസ്ഥാശ്രമം, നിങ്ങളുടെ ഗുരുകുലമാണ് ഗൃഹസ്ഥ ഗുരുകുലം. അപ്പം നിങ്ങൾ ജീവിക്കുന്ന ഇടത്തിലും ഗുരുവിൻ്റെ ഒരു വാസമുണ്ടായിരിക്കണം. നിങ്ങൾ ജീവിക്കുന്ന ഗൃഹത്തിലും ഗുരുവിന് വിലയുണ്ടായിരിക്കണം. നിങ്ങൾ ജീവിക്കുന്ന വീട്ടിലും ഗുരുവിന് മൂല്യമുണ്ടായിരിക്കണം. അവിടെയാണ് നമ്മളുടെ വീട് ഒരു ഗുരുകുലമാകുന്നത്. നടരാജഗുരു എപ്പോഴും പറയും, ഓരോ വീടും ഗുരുകുലമാകണം എന്ന്. ഓരോ വീടും ഗുരുകുലമാകണമെങ്കിൽ ഗുരു സമാനനായിരിക്കുന്ന ഒരച്ഛൻ അവിടെ ഉണ്ടായിരിക്കണം. വൈകുന്നേരമായാൽ കവലകളിൽ പോയി കലിങ്കിലിരിക്കാത്ത അച്ഛൻ,
വൈകുന്നേരമായാൽ കുട്ടികൾക്കൊപ്പം ദീപപ്രഭയിൽ ഈ പറഞ്ഞ പോലെ ദൈവദശകം ചൊല്ലുന്ന അച്ഛനുണ്ടായിരിക്കണം. ആ അച്ഛനാണ് ഗുരു സമാനനായി തീരുന്നത്. അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് കുറച്ച് സമയം ഗുരുവിന് വേണ്ടി നൽകുമ്പോൾ ആ പരമമായിരിക്കുന്ന പിതാവ് ആ പ്രാർത്ഥന കേൾക്കാതെ പോവുകയില്ല. അതുതന്നെയാണ് ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ഭദ്രതയായിട്ട് മാറുന്നത്. അത് തന്നെയാണ് ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ഘടകമായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് ആചാര്യസ്വാമികളൊക്കെ പറയും, നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടായാലും, എന്തൊക്കെ നിങ്ങൾ ആർജിച്ചാലും, വിദേശേഷു മാന്യ സ്വദേശേഷു ധന്യ സദാചാരവൃത്തേഷു സക്തസ്തഥാപി ഗുരോരംഘ്രിപത്മേ മനശ്ചേനലഗ്നം തദക്കിം 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 തദക്കിം. വിദേശേഷു മാന്യ, വിദേശത്തും വലിയ പുള്ളിയാ, ഭയങ്കര പ്രശസ്തിയാണ്, ഫെയിമാണ്. സ്വദേശേഷു മാന്യ, സ്വദേശത്തും നല്ല ആളുകൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്, പുറത്തും ആളുകൾക്ക് ഇഷ്ടമാണ്, നാട്ടിലും ആളുകൾക്ക് ഇഷ്ടമാണ്. ഇപ്പൊ വിദേശേഷു മാന്യ സ്വദേശേഷു ധന്യ സദാചാരുവൃത്തേഷു സക്തസ്തഥാപി. എപ്പോഴും കൂടെ ഒരു വൃന്ദം ആളുകളുണ്ട്, ആ വ്യക്തിയുടെ കൂടെ എപ്പോഴും ആളുകളുണ്ട്. എന്നിരുന്നാൽ പോലും അവൻ എത്ര സുന്ദരനായിരുന്നു കൊള്ളട്ടെ, അവൻ എത്ര ധനമുണ്ടായിരുന്നു കൊള്ളട്ടെ, അവൻ എത്ര മാന്യനായിരുന്നു കൊള്ളട്ടെ, അവൻ എത്ര സ്ഥാനങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, അവൻ്റെ മനസ്സ്, ആചാര്യസ്വാമികൾ പറയാണ്, ഗുരോരംഘ്രിപത്മേ, ഒരു ഗുരുവിൻ്റെ പാദകമലത്തിൽ അവൻ്റെ മനസ്സ് വിലീനമായിട്ടില്ല എങ്കിൽ, ജീവിതത്തിൽ അവൻ ഇന്ന് വരെ ഒരു സദ്ഗുരുവിലേക്ക് അവൻ്റെ ശ്രദ്ധ പോയിട്ടില്ലെങ്കിൽ, ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ഗുരുവചനം പോലും വായിച്ചിട്ടില്ല എങ്കിൽ, തദക്കിം എന്ത് പ്രയോജനം, തദക്കിം എന്ത് പ്രയോജനം, തദക്കിം തദക്കിം എന്ത് പ്രയോജനം, എന്ത് പ്രയോജനം. അപ്പം മറ്റുള്ളതെല്ലാം നിഷ്പ്രയോജനങ്ങളാണ്, ഗുരുലാഭം ഉണ്ടാകുന്നത് വരെ എന്ന് പറയാം. ഗുരുവിനെ നമുക്ക് ലഭിക്കുന്നത് വരെ, ഗുരുവിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയുന്നത് വരെ, ഗുരുവചനങ്ങൾ നമ്മൾ വിചാരം ചെയ്യാൻ തുടങ്ങുന്നത് വരെ, നിങ്ങൾ എന്തൊക്കെ ആർജിച്ചിട്ടുണ്ടെങ്കിലും അതിന് സാഫല്യം ഉണ്ടാകുന്നില്ല. ആ സാഫല്യം എപ്പോഴാണ് ഉണ്ടാകുന്നത്? അത് ഒരു ഗുരുവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ആ ഗുരുവാണ് പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടി വരില്ല. ഒരു തോണിയിൽ എത്ര വലിയ ഭാരത്തോട് കൂടിയിട്ട് നമ്മളൊരു വള്ളത്തിൽ കയറുമ്പോൾ, കയറിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഭാരം, ആ ഭാണ്ഡം വള്ളത്തിന് താഴെ വയ്ക്കും, അതല്ലേ പതിവ്. പിന്നെ അത് വള്ളം നോക്കിക്കോളും. പക്ഷെ നമ്മൾ പലപ്പോഴും വള്ളത്തിൽ കയറിയാലും അയ്യോ എനിക്ക് താഴെ വയ്ക്കാൻ സമയമില്ല പറഞ്ഞിട്ട് ആ ഭാണ്ഡം നമ്മുടെ തലയിൽ വെച്ച് തന്നെ ഇരിക്കും. ഒട്ടും നേരമില്ല കേട്ടോ, പെട്ടെന്ന് അക്കരെ എത്തണം എന്ന് പറയും. ഇത് മണ്ടത്തരമാണ്. ഇത് നമ്മളുടെ ഭാരത്തെ വെറുതെ ചുമക്കുകയാണ്. ഗുരു എന്ന് പറയുന്ന ഒരു തോണിക്കാരനുള്ളപ്പോൾ, ഗുരു എന്ന് പറയുന്ന ഒരു കൈവർത്തകനുള്ളപ്പോൾ, ഗുരു എന്ന് പറയുന്ന ആ തോണിക്കാരൻ നമ്മളുടെ സംസാര സമുദ്രത്തിൻ്റെ മറുകര എത്തിക്കാനായി തോണിയുമായി കാത്തു നിൽക്കുമ്പോൾ വെറുതെ ചുമ്മാ അതിലൊന്ന് കയറിയിരിക്കുകയേ വേണ്ടൂ. അതിലേക്ക് കയറിയിരുന്നാൽ ആ തോണിക്കാരൻ നിർദ്ദിഷ്ട സ്ഥാനത്ത് പുഴയിൽ വീഴാതെ, മുങ്ങിപ്പോകാതെ, മുങ്ങിത്തപ്പാതെ അക്കരെ എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്തരത്തിലുള്ളൊരു കൈവർത്തക സ്വഭാവമാണ് നാരായണ ഗുരുദേവനും ഉള്ളത്. അതുകൊണ്ടാണ് ഗുരു ഓരോ വ്യക്തിക്കും ഇണങ്ങുന്ന വിധത്തിൽ ഇത്തരം പ്രാർത്ഥനകളൊക്കെ ചമച്ചു തന്നത്. അതുകൊണ്ടാണ് നമ്മളോട് പറയാണ്, ആടുപാമ്പേ നീ എണീറ്റേ, നീ എന്താ ഇങ്ങനെ തൂങ്ങിപ്പിടിച്ചിരിക്കണത്, നിന്റെ മുഖത്തൊരു ഫ്രഷ്നെസ് ഇല്ലല്ലോ, നീ ഒന്ന് ചിരിച്ചേ, ചിരിക്കാൻ പൈസയൊന്നും കൊടുക്കണ്ടല്ലോ. 10 തവണ ചിരിച്ചു, അയ്യോ എൻ്റെ ബാങ്ക് ബാലൻസിൽ നിന്ന് 1000 രൂപ കുറഞ്ഞു, അങ്ങനെ വരുന്നുണ്ടോ? ഇല്ല. എന്നാലും ചിരിച്ചാൽ എൻ്റെ മുത്തുമണികളൊക്കെ പല്ലിൽ നിന്ന് പൊഴിഞ്ഞ് താഴെ വീണാലോ എന്ന മട്ടിലുള്ള ഗൗരവത്തിലാണ് നമ്മൾ നടക്കുന്നത്.